നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്നും അതിദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രതിശ്രുത വരൻ്റെ മുന്നിൽ പ്രതിശ്രുത വധുവിന് ദാരുണാന്ത്യം. അമ്യൂസ്മെൻറ്റ് പാർക്കിലുണ്ടായ അപകടത്തിലാണ് 24-കാരിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ചാണക്യപുരി സ്വദേശിയായ 24-കാരി പ്രിയങ്കയ്ക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചത്. പ്രതിശ്രുത വരനൊപ്പം അമ്യൂസ്മെൻറ്റ് പാർക്കിലെ റോളർ കോസ്റ്ററിൽ കയറിയതായിരുന്നു പെൺകുട്ടി. പിന്നാലെ റോളർ കോസ്റ്ററിൽ നിന്നും താഴേക്ക് പതിക്കുകയായിരുന്നു. റോളർ കോസ്റ്റർ റൈഡിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് സ്റ്റാൻഡ് പൊട്ടിയാണ് പെൺകുട്ടി താഴേക്ക് പതിച്ചത്. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു പ്രിയങ്കയുടെയും നിഖിലിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത്. പ്രിയങ്ക എന്ന 24-കാരി ചാണക്യപുരിയിൽ സെയിൽസ് മാനേജറായിരുന്നു. നിഖിലുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. പക്ഷേ വിവാഹം തൻ്റെ സാമ്പത്തികമായിട്ടൊരു ഭദ്രതയിൽ എത്തിയിട്ട് മതി വിവാഹം എന്നൊരു നിലപാടിലായിരുന്നു പെൺകുട്ടിയായിരുന്നത്. അവധി ദിവസം വിനോദയാത്രയ്ക്കായി പോയതായിരുന്നു ഇവർ. ഫൺ ആൻഡ് ഫുഡ് വില്ലേജ് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലായിരുന്നു അപകടമുണ്ടായത്. പൂളിൽ കളിച്ച ശേഷം വിവിധ റൈഡുകളിൽ കയറിയിറങ്ങി. ഒടുവിൽ റോളർ കോസ്റ്ററിലും കയറി. പെട്ടെന്ന് റൈഡിൻ്റെ സ്റ്റാൻഡ് തകർന്നു. പ്രിയങ്ക താഴേക്ക് വീണു. ഗുരുതര പരിക്കായിരുന്നു പ്രിയങ്കയ്ക്ക് സംഭവിച്ചത്. മറ്റു നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. പങ്കാളിയായ നിഖിലിൻ്റെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അമ്യൂസ്മെൻറ്റ് പാർക്കിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ആരോപണം ശക്തമാവുകയാണ്. ഇതാണ് യുവതിയുടെ ജീവൻ എടുത്തതെന്നും സുരക്ഷ ഉറപ്പാക്കിയില്ലെന്നും കുടുംബം പ്രതികരിക്കുകയും കുടുംബം ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പങ്കാളിയുടെ അപ്രതീക്ഷിത വേർപാടിൻ്റെ നടുക്കത്തിലാണ് നിഖിൽ. അടുത്ത വർഷം വിവാഹം നടത്താനായിരുന്നു തീരുമാനം. നോയിഡയിലെ ഒരു സ്വകാര്യ ടെലികോം കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു പ്രിയങ്ക. സ്വന്തം കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മതി വിവാഹം എന്ന നിലപാടിലായിരുന്നു പ്രിയങ്ക ആയിരുന്നത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പ്രിയങ്ക എല്ലാ കാര്യങ്ങളും നിഖിൽ പിന്തുണച്ചിരുന്നുവെന്ന് ഉറ്റവരൊക്കെ വേദനയോടെ ഓർത്തെടുക്കുകയാണ്. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ പലരും പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ ഈ റോളർ കോസ്റ്റർ പലർക്കും ഒരു ഹരമാണ്. അതിൽ കയറാൻ പലരും ഭയക്കുന്നുണ്ട്. അതിൽ ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ആ റോളർ കോസ്റ്റർ കറങ്ങുമ്പോൾ പലർക്കും വലിയ രീതിയിലുള്ള ആശങ്ക ഒക്കെ ഉടലെടുക്കാറുണ്ട്. പക്ഷേ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അതിൽ കയറാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിൽ കയറുകയും അത് ആസ്വദിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് പ്രിയങ്കയും ഈ റോളർ കോസ്റ്ററിൽ കയറിയത്. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അതിദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. റോളർ കോസ്റ്റർ എന്നത് ഒരു തരം അമ്യൂസ്മെൻറ്റ് റൈഡാണ്. ഇത് ഉയർന്ന റെയിൽ റോഡ് ട്രാക്കിൻ്റെ രൂപത്തിലാണ് ആയിരിക്കുന്നത്. ഇടുങ്ങിയ വളവുകൾ, കുത്തനെയുള്ള ചരിവുകൾ, മറ്റ് ഘടകങ്ങൾ എന്നിവയുണ്ട്. ആവേശകരമായ അനുഭവം സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണിത്. 17-ാം നൂറ്റാണ്ടിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട റഷ്യൻ പർവ്വതനിരകളിൽ നിന്നാണ് റോളർ കോസ്റ്ററുകൾ ഉത്ഭവിക്കുന്നത്. റഷ്യയിൽ കണ്ടുപിടിച്ചതും കൂടുതലും കാണപ്പെടുന്നതുമായ ഇവ ഉയർന്ന ക്ലാസ് റഷ്യക്കാർക്ക് താഴേക്ക് തെന്നിമാറുന്ന ഐസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡുകളായിരുന്നു. 1885-ൽ ലാമാർക്കസ് അറ്റ്ന തോംസൺ ഒരു റോളർ കോസ്റ്റർ ഡിസൈനിൽ നിന്നുള്ള ആദ്യത്തെ പേറ്റന്റുകളിൽ ഒന്ന് സ്വന്തമാക്കി. ട്രെയിനുകൾ ഒരേ ലോഡിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും തിരികെ വരികയും ചെയ്യുന്ന ഒരു പൂർണ്ണ സർക്യൂട്ടിൻ്റെ രൂപത്തിലാണ് ട്രാക്കുകൾ സാധാരണയായി നിർമ്മിക്കുകയും രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നത്. റോളർ കോസ്റ്ററുകൾ അപകടകാരികൾ കൂടിയാണ്. അതിൽ നിന്ന് വീണാൽ വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ്, ജീവഹാനി വരെ സംഭവിക്കുമെന്നിപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഉയരത്തിലായിരിക്കുമ്പോൾ സമയത്ത് അവിടെ നിന്നാണ് വീഴുന്നതെങ്കിൽ തലയ്ക്ക് പരിക്കേൽക്കാനും ആക്സോണുകൾ കീറാനും രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരാനും ഗുരുതരമായ പരിക്കുകൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. റോളർ കോസ്റ്ററുകളിലെ റൈഡർമാരെ സംരക്ഷിക്കാൻ വൈവിധ്യമാർന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്ലോക്ക് സിസ്റ്റം. മിക്ക വലിയ റോളർ കോസ്റ്ററുകൾക്കും 2 അതിലധികമോ ട്രെയിനുകൾ ഒരേ സമയം ഓടിക്കാൻ കഴിവുണ്ട്. കൂടാതെ ബ്ലോക്ക് സിസ്റ്റം ഈ ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് തടയുന്നു. ഈ സംവിധാനത്തിൽ ട്രാക്ക് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന 2 അതിലധികമോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ഓരോ ബ്ലോക്കിലും ഒരു ട്രെയിൻ മാത്രമേ അനുവദിക്കൂ. ഓരോ ബ്ലോക്കിൻ്റെയും അറ്റത്ത് ഒരു ട്രാക്ക് വിഭാഗമുണ്ട്. അവിടെ ആവശ്യമെങ്കിൽ ഒരു ട്രെയിൻ നിർത്താൻ കഴിയും. റോളർ കോസ്റ്റർ സുരക്ഷയുടെ മറ്റൊരു നിർണായക വശമാണ് നിയന്ത്രണങ്ങൾ. റോളർ കോസ്റ്ററുകൾക്ക് സാധാരണ 2 വ്യത്യസ്ത തരങ്ങളുണ്ട്: ഓവർ ദി ഷോൾഡർ നിയന്ത്രണങ്ങളും ലാപ്പ് ബാർ നിയന്ത്രണങ്ങളും. രണ്ടിലും നിയന്ത്രണങ്ങൾക്കുള്ളിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. മെക്കാനിക്കൽ നിയന്ത്രണങ്ങൾ റാറ്റ്ചെറ്റ് പാവൽ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. റാറ്റ്ചെറ്റ് പാവൽ സംവിധാനങ്ങളുള്ള ഒരു റോളർ കോസ്റ്റർ ഓടിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ താഴേക്ക് വലിക്കുമ്പോൾ ക്ലിക്കുകളുടെ ശബ്ദം കേൾക്കാം. ഹൈഡ്രോളിക് നിയന്ത്രണങ്ങൾ ഒരു പിസ്റ്റണും സിലിണ്ടറും ഉപയോഗിക്കുന്നു. മെക്കാനിക്കൽ നിയന്ത്രണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രണങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ശാരീരികമായോ ക്ലിക്കുകളുടെ ശബ്ദമോ അനുഭവപ്പെടുന്നില്ല. മിക്ക ആധുനിക റോളർ കോസ്റ്ററുകളിലും ഓരോ നിയന്ത്രണവും ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന സെൻസറുകളുണ്ട്. എല്ലാ നിയന്ത്രണങ്ങളും ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ നിയന്ത്രണവും ലോക്ക് ചെയ്യുന്നത് വരെ ഈ ഇത്തരത്തിൽ പുറപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകും.
എന്തായാലും ഈ ഒരു വസ്തു, അതായത് റൈഡാണ്, അതുപോലെ തന്നെ റൈഡിനായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവഹാനിക്ക് നയിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ്. റോളർ കോസ്റ്ററിൽ നിന്നും ഇത്തരത്തിൽ താഴേക്ക് പതിച്ചൊരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നത് ശരിക്കും നടുക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റൈഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ കനത്ത സുരക്ഷ, അതായത് ഈ ഒരു കാര്യത്തിൽ ഈ റോളർ കോസ്റ്റർ അധികൃതർക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ അവരുടെ സുരക്ഷ, അതിൽ റൈഡർമാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇതിൻ്റെ അധികൃതരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവർ ആ സുരക്ഷ ഉറപ്പാക്കിയില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ആ പെൺകുട്ടി നയിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ റൈഡിൽ കയറുമ്പോൾ വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, അവരുടെ ജീവൻ സുരക്ഷിതമാക്കുക, അവരുടെ ആ ഒരു സുരക്ഷ ഉറപ്പാക്കുക എന്നത് അധികൃതരുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഉത്തരവാദിത്തത്തിൽ വീഴ്ച സംഭവിച്ചു, അതൊരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കെത്തി. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ എന്തുമാത്രം അപകടമാണത്, അത് ജീവഹാനി വരെ സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വിവാഹം നിശ്ചയിച്ചിരുന്നു, മാത്രമല്ല താനൊരു സാമ്പത്തികപരമായ ഒരു ഭദ്രതയിൽ എത്തിയിട്ട് വിവാഹം മതി എന്ന തീരുമാനത്തിലായിരുന്നു ആ പെൺകുട്ടി. മാത്രമല്ല പ്രതിശ്രുത വരനൊപ്പമാണ് ആ പെൺകുട്ടി അവിടെ എത്തിയത്. അയാൾക്ക് മുന്നിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഏവർക്കും ദുഃഖം തോന്നുന്ന തരത്തിലുള്ളൊരു അപകട മരണമാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ റൈഡുകളിലും മറ്റ് കയറുമ്പോഴും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവം. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സന്തോഷിക്കാനും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് റൈഡുകളും ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ. അപ്പോൾ അത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുമ്പോൾ അത് വലിയൊരു ആശങ്ക തന്നെയാണ് പിന്നീട് അത് വരുന്നവർക്കുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റോളർ കോസ്റ്ററിൽ കയറുക എന്നത് തന്നെ ഒരു വലിയൊരു ഗട്ട്സ് വേണം. കാരണം അത്രയും ഉന്നതിയിൽ, അല്ലെങ്കിൽ അത്രയും പൊക്കത്തിൽ അത് പൊങ്ങിപ്പോകുമ്പോൾ അത് എത്തരത്തിലാണ് പലരും അതിനെ എടുക്കുക, അല്ലെങ്കിൽ എന്തൊരു അനുഭവത്തിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിലൊക്കെ കയറുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കുക. മാത്രമല്ല ഇതിൻ്റെയൊക്കെ അധികൃതരും റൈഡർമാർക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കാൻ, ഒരു ഗുരുതര വീഴ്ചയും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.